ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? വന്ന കാര്യം നടന്നില്ലല്ലോ. നമുക്ക് ആ സുന്ദരിയെ കാണണ്ടേ, പണം വാങ്ങണ്ടേ? ആ കാശ് പോയിന്ന് കണക്കാക്കിയേ മതി. ഇത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടും പഠിച്ചില്ലേ നീ? ചതിക്കാനും കൊല്ലാനും പോലും മടിയില്ലാത്ത ഒരുത്തിയെ തിരക്കി നടക്കാൻ പോകുന്നു. ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാൻ ഇവിടുന്ന് പോവുകയില്ല. അമ്മേ, നമ്മുടെ മുന്നില് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്നെ ജീവിപ്പിക്കാൻ വേണ്ടിയല്ലേ സ്വന്തം ജീവൻ കളഞ്ഞ് നീ ഇങ്ങനെ ഓടി നടക്കുന്നത്? എനിക്ക് ജീവിക്കണ്ട. ഞാൻ ചത്തോളാന്ന് കരുതിയതാ. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കൃഷ്ണേ, തട്ടിക്കൊണ്ടു പോയവരെ കാട്ടിലാ കൊണ്ടിട്ടത്. എന്നും അങ്ങനെ ഓരോരുത്തരെ രക്ഷിക്കാൻ മറണമെന്നുണ്ടോ? എനിക്ക് നിന്നെ ജീവനോടെ കിട്ടിയാ മതി. അതിനും വലിയ മരുന്നൊന്നും എനിക്ക് കിട്ടാനില്ല. ഒന്ന് പറയുന്നത് കേക്കണ്ടമ്മേ. കൂടിയാൽ 2-3 ദിവസം, അതിനുള്ളില് ഞാൻ അവരെ കണ്ടെത്തും. അമ്മ വിചാരിക്കുന്നത് പോലെ ഞാൻ ബഹളം ഉണ്ടാക്കാനൊന്നും പോവില്ല. പോലീസുകാരോട് പറഞ്ഞോ, ഗോപാലമാമയുടെ പരിചയത്തിലുള്ള ആരോടെങ്കിലും പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ചെയ്യൂ. അമ്മയെ കൊണ്ട് പറ്റില്ലടി. ഈ അമ്മയ്ക്ക് സമാധാനം കിട്ടില്ല. എനിക്ക് അമ്മയെ വേണ്ടേ? കാശില്ലെങ്കിൽ ചത്തോള എന്നൊക്കെ അമ്മ പറയും. എന്നിട്ട് എനിക്കാരാ ഉള്ളത്? അമ്മ പോയ പിന്നെ ഞാൻ ജീവിക്കുന്നു തോന്നുന്നുണ്ടോ? എടി, അമ്മ ഇത് സമ്മതിച്ചേ പറ്റൂ. അമ്മ തിരിച്ചു പോണം. വന്നേ, വാ അമ്മ ഇങ്ങോട്ട്. കൃഷ്ണ, കേറ്. അമ്മ പ്രാർത്ഥിച്ചാ മതി. അമ്മയുടെ മോൾക്ക് ഒന്നും പറ്റില്ല. ഞാൻ പെട്ടെന്ന് വരാം. പൊയ്ക്കോ. ചേട്ടാ, അമ്മയെ ബസ് സ്റ്റാൻഡിൽ ഒന്ന് ഇറക്കിയേക്കണേ. കൃഷ്ണ, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? നിന്നെ എവിടെ അന്വേഷിക്കണമായിരുന്നു? നവീന്റെ ഒപ്പം പോകുന്നു പറഞ്ഞിട്ടില്ല നീ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ പിന്നെ അയാളോടല്ലാതെ മറ്റാരോടാ ഞാൻ ചോദിക്കേണ്ടത്? നവീൻ എന്നെ അപകടപ്പെടുത്തുന്ന മമ്മി എങ്ങനെയാ ചിന്തിക്കാൻ തുടങ്ങിയ? അത്രയ്ക്കും ചീപ്പാണോ അയാള്? ഐ എം സോറി മോളെ. നിന്നെ കാണുന്നില്ലെന്നറിഞ്ഞപ്പോ ഭൂമി കീഴ്മേൽ മറിയുന്ന പോലെ എനിക്ക് തോന്നിയത്. അതിനിടയിൽ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. എന്തൊക്കെയാ പറഞ്ഞെന്ന് എനിക്ക് നിശ്ചയില്ല. മമ്മി ചെയ്ത കാര്യങ്ങളല്ലേ നീ എണ്ണി ചോദിക്കുന്നുള്ളൂ. ഞാൻ അനുഭവിച്ചെന്താ നിനക്കറിയില്ലല്ലോ. മമ്മി സോറി. മമ്മി നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇനി ഇടപെടില്ല. നിങ്ങളുടെ വിവാഹത്തിന് തടസ്സം നിൽക്കില്ല. മമ്മിയോട് പിണങ്ങല്ലേ മോളെ. എന്റെ മമ്മിയോട് എനിക്ക് പിണങ്ങാൻ പറ്റുമോ? നവീൻ എനിക്ക് വേണം. പക്ഷേ അത് മമ്മിയുടെ അനുഗ്രഹത്തോടെ തന്നെ വേണം. ഐ ആം ഹംഗ്രി. നമുക്ക് വീട്ടിൽ പോവാം. അമ്മ ഒരുവിധം പറഞ്ഞയച്ചേ ഉള്ളൂ. മനസ്സുണ്ടായിട്ടല്ല അമ്മ പോയത്. അമ്മ വന്നപ്പോ ഒന്നും പറയാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു മോളെ. പക്ഷെ നടന്നില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് കൊണ്ട് സുന്ദരിയും അവളുടെ ആൾക്കാരും കുറച്ച് ദേഷ്യത്തിലായിരിക്കും. സൂക്ഷിക്കണേ മോളെ. ആ, ഇനി സൂക്ഷിക്കേണ്ടതേ നമ്മളല്ല, ആ സുന്ദരിയ. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഞാൻ വിട്ടുകൊടുക്കില്ല. എപ്പോഴും ആ ഗുണ്ടകള് കൂടെ ഉണ്ടാവില്ലല്ലോ. തനിച്ചെനിക്ക് അവരെ കിട്ടും.